ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിലോട്ട് കടന്നു വരുന്ന പുതിയതായിട്ടുള്ള യൂട്യൂബർ ആയിക്കോട്ടെ, പഴയ ആളുകളായിക്കോട്ടെ, ഒരുപാട് പേര് കോമൺ ആയിട്ട് ചെയ്യുന്ന പല മിസ്റ്റേക്കുകളുണ്ട്. അതിൽ 4 മിസ്റ്റേക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കാരണം വ്യൂസ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചാനൽ ചെക്ക് ചെയ്യാനും ചാനലുമായി ബന്ധപ്പെട്ട് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ട് അവരുടെ ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതിൽ കോമൺ ആയിട്ട് വ്യൂസ് വരാത്തതിന്റെ കാരണം. ഇതെല്ലാം ഞാൻ ഓരോ ചാനൽ നോക്കിയപ്പോൾ മനസ്സിലായി. അത് എന്റെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങൾ വളരെയധികം ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക്. എന്താണ് അറിയോ, അവർക്ക് വ്യൂസ് പാടെ കുറയും. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഇവിടെ സബ്സ്ക്രൈബർ ഒരു മാറ്ററേ അല്ല. നമുക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും യൂട്യൂബ് അവിടെ എപ്പോഴും പറയുന്നത് എന്താണ് അറിയോ, നിങ്ങളുടെ വ്യൂവേഴ്സിനെ നിങ്ങൾ മനസ്സിലാക്കൂ. യൂട്യൂബ് ഏതൊരു മെയിൽ വന്നാലും നിങ്ങളുടെ സബ്സ്ക്രൈബർ എത്രയുണ്ട് നോക്കൂ എന്നല്ല അവിടെ പറയുക. യൂട്യൂബ് എപ്പോഴും നിങ്ങളോട് എന്തൊരു മെയിൽ അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് അങ്ങനെ യൂട്യൂബ് പറയുള്ളൂ. കാരണം വ്യൂവേഴ്സിനാണ് ഇവിടെ പ്രാധാന്യം. വ്യൂസ് മെയിൻ ആയിട്ട് വ്യൂവേഴ്സിന് തന്നെയാണ് പ്രാധാന്യം. യൂട്യൂബിൽ എപ്പോഴും വ്യൂവേഴ്സിനെയാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യമായിട്ട് കണക്കാക്കുന്നത്. അല്ലാണ്ട് എത്ര സബ്സ്ക്രൈബർ ഉണ്ട്, മില്യൺ കണക്കിന് സബ്സ്ക്രൈബർ ഉണ്ട്, ഇതൊന്നും വലിയ ഹൈലൈറ്റ് അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എപ്പോഴും സബ്സ്ക്രൈബേഴ്സിന്റെ പിന്നാലെ പോകണ്ട. വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ തനിയെ ഈ സബ്സ്ക്രൈബ് പറയുന്നത് എണ്ണം കൂടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും മിസ്റ്റേക്കുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എന്താണ് അറിയോ, ഒരു മിസ്റ്റേക്ക് ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുക. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ടോപ്പിക്ക് ചേഞ്ച് ചെയ്യണം. എങ്ങനെയുള്ള അവസ്ഥയിലാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അധികം പേരും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ വീഡിയോയ്ക്ക് വ്യൂസ് വരുന്നുണ്ട്, റെക്കമെൻഡേഷൻ വരുന്നുണ്ട്, ഈ ടോപ്പിക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. ഈ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുന്നതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ, ഇപ്പോ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തവർ മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്നത്. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേര് വീഡിയോ കാണും. ചില ആളുകൾ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ട് ഇത്തരത്തിൽ നമ്മുടെ സബ്സ്ക്രൈബ്സ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, നമ്മളെ അവർ ഫോളോ ചെയ്തിട്ടുണ്ടായില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായില്ല, പക്ഷെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ കാണുന്നതിലൂടെ യൂട്യൂബ് നമ്മൾ വീണ്ടും പുതിയ വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോ വീണ്ടും അവർക്ക് അയക്കും. അവർക്ക് എന്തായാലും റെക്കമെൻഡേഷൻ വരും. അപ്പൊ അങ്ങനെ റെക്കമെൻഡേഷൻ വരുമ്പോൾ നിങ്ങൾ മുമ്പ് ആ വീഡിയോ കണ്ടത് കൊണ്ട് തന്നെ ഈ വീഡിയോ കാണാൻ താല്പര്യമുണ്ടോ എന്ന് കരുതിയിട്ടാണ് യൂട്യൂബ് അവർക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ സെയിം ടോപ്പിക് ആയിട്ട് തന്നെ പോകുമ്പോൾ ആ വ്യക്തി എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടത് ഇഷ്ടപ്പെട്ടിട്ടാണ്, ആ ടോപ്പിക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് പഴയ വീഡിയോ കണ്ടിരിക്കുന്നത്. വീണ്ടും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ അവർ വീണ്ടും അത് കാണും. അങ്ങനെ കാണുന്നതിലൂടെ നമുക്ക് വ്യൂസ് വർദ്ധിക്കും. അതുപോലെ അവർ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും, നമ്മുടെ ഫാമിലി അംഗമായിട്ട് മാറും. ഓക്കെ, ഇതൊരു യൂട്യൂബിൽ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഈ ഒരു റെക്കമെൻഡേഷനിലൂടെ ഒരുപാട് ആളുകൾ വരിക, ഇങ്ങനെയുള്ള പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് വേണ്ടതും. ഞാൻ സെയിം കണ്ടന്റ് ഇടുന്നു, യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സും കാര്യങ്ങളും അപ്ഡേറ്റും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. സെയിം കണ്ടന്റ് ആണ് ഇത്. ഏതെങ്കിലും ഒരു വ്യക്തി പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തി കാണുമ്പോൾ ഇക്കടെ ചാനലിൽ ഇതേക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതി എന്റെ ചാനലിൽ ഒരു മെമ്പർ ആവുകയും അവർ എന്റെ വീഡിയോ കാണുകയും ചെയ്യുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് ബെനിഫിറ്റ്, എന്റെ വ്യൂവേഴ്സായി മാറുന്നു, എനിക്ക് എന്റെ ഫാമിലി ആയിട്ട് കിട്ടുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ഒരു അംഗമാണ്, അല്ലെ, ഒരു ഫാമിലി മെമ്പറായി വരുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ചാനൽ. ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററും പെട്ടെന്ന് ടോപ്പിക്ക് ചേഞ്ച് ചെയ്യരുത്. നിങ്ങളുടെ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആളുകൾ ആ ടോപ്പിക്ക് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാണ്ട് ഒരുപാട് കുത്തി നിറച്ച് മിക്സ് ആക്കി വല്ല അച്ചാറ് വരുമ്പോൾ മിക്സ് അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒട്ടനവധി കാര്യങ്ങൾ കുത്തി നിറച്ചിട്ട് ഇട്ടുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓഡിയൻസ്, നിങ്ങളുടെ വീഡിയോ ഏത് തരം കണ്ടന്റ് ഇഷ്ടപ്പെടാനുള്ള ആളുകളാണ് വരുന്നത് എന്നുള്ളത് പറയാൻ കഴിയില്ല. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ്സും വളരെയധികം ലോസ് ആവും. അതായത് ഇത്തരത്തിലുള്ള പല ടോപ്പിക് ഒക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ചില ടോപ്പിക് അവർക്ക് ഇഷ്ടപ്പെടാണ്ട് പോകുമ്പോൾ അവർ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകും. അവർക്ക് അവർക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത്. പിന്നെ ആ ചാനലിലോട്ട് അവർ നോക്കുന്നതായിരിക്കില്ല, പിന്നെ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകാണ്ടാവും. അങ്ങനെ വ്യൂസ് കുറയാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാം, ആർക്കറിയോ, എത്ര വീഡിയോ ഇട്ടിട്ടും വ്യൂസ് കയറുന്നില്ല, വ്യൂസേ വരുന്നില്ലെങ്കിൽ അവർ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുക. അല്ലാണ്ട് വ്യൂസ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് എന്നിട്ട് ഒരു തമാശ പോലെ കരുതി വേറെ ഇപ്പൊ നല്ല രീതിയിൽ കുക്കിംഗ് ചാനലായിരിക്കും, നല്ല രീതിയിൽ വ്യൂസ് ഒക്കെ വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് വീണ്ടും വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ആ വ്ളോഗിന് വ്യൂസ് ഉണ്ടായില്ല. അപ്പൊ ആ ഒരു കണ്ടന്റിൽ ചേഞ്ചസ് വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാണ്ടിരിക്കുക. അതല്ല നിങ്ങൾക്ക് വ്യൂസ് ഒട്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ടോപ്പിക്ക് ചേഞ്ച് ചെയ്ത് നോക്കുക. ടോപ്പിക്ക് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഏതിലാണ് വ്യൂസ് വരുന്നത് ആ ഒരു ടോപ്പിക്ക് പർട്ടിക്കുലർ ആയിട്ട് ഇടാൻ നോക്കുക. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വ്യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാനലിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തിയിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈമാണ്. ഈ ടൈം ഉണ്ടല്ലോ വെറുതെ മാറ്റി ഇടാൻ പറ്റില്ല. ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിലാണ് നമ്മൾ വീഡിയോസ് പബ്ലിഷ് ചെയ്യേണ്ടത്.
ഇപ്പൊ തോന്നിയ ടൈമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ടൈമിനുള്ള ആളുകൾ ആ ടൈമിൽ ഉണ്ടാവണം, നമ്മുടെ വീഡിയോ കാണുന്ന ടൈമിൽ ഉണ്ടാവണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പുലർച്ചെ 6 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ സമയം നമ്മുടെ ഓഡിയൻസ് ഉണ്ടാവില്ല, എല്ലാവരും ഉറങ്ങുമായിരിക്കും. അപ്പൊ നമുക്ക് അനലിറ്റിക്സിൽ അതിന്റെ ഒരു ഗ്രാഫ് കൊടുക്കുമ്പോൾ വെറും 7 ദിവസത്തെ ഗ്രാഫേ കൊടുക്കുള്ളൂ. ഒരാഴ്ച കഴിയും തോറും അത് ഇങ്ങനെ അപ്ഡേഷൻ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോ ഇടുമ്പോൾ ഏത് ടൈമിലാണ് ആ ടൈമാണ് അവിടെ ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് ആകുക. കാരണം നമ്മുടെ ഫാമിലി വരുന്നതിനനുസരിച്ചിട്ടാണ് ആ ഗ്രാഫിൽ ഇന്ന ടൈമിലാണ് നിങ്ങളുടെ ഓഡിയൻസ് കൂടുതൽ എന്ന് കാണിക്കുന്നത്. അല്ലാണ്ട് അത് ഇന്ന ടൈമിൽ നിങ്ങൾ ഇട്ടേ മതിയാവും, ആ ടൈമിലാണ് ഓഡിയൻസ് എന്നുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം റേഷ്യോ അല്ല ആ ഒരു അനലിറ്റിക്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും ഇന്ന ടൈമിൽ നമ്മുടെ ഓഡിയൻസ് എൻഗേജ് ആവുന്നുണ്ട്. നമ്മൾ ഒരാഴ്ച വീഡിയോ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ ഏത് ടൈം വരെ 6 to വൈകുന്നേരം 8 മണി വരെ 9 മണി വരെ എന്റെ ഫാമിലി എൻഗേജ് ആവുന്നുണ്ട് എന്നുള്ളത് ആ ഗ്രാഫ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് അത് ഫോളോ ചെയ്ത് പോകാൻ കഴിയും. അപ്പൊ നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്യുക, അത് ഫോളോ ചെയ്ത് പോവുക. ഇത് വെറുതെ മാറ്റി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോക്ക് അറ്റ് എ ടൈം കിട്ടുന്ന റീച്ച് കിട്ടില്ല. നമ്മുടെ എപ്പോഴും ആ ഒരു വീഡിയോ അറ്റ് എ ടൈമിൽ ആ ടൈമിൽ ഓഡിയൻസ് കാണും എന്നുള്ള ടൈമിൽ വീഡിയോസ് ഇടുമ്പോഴാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുന്നത്. യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് റെക്കമെൻഡേഷൻ ചെയ്യും. എന്താ വെച്ചാൽ ആ വീഡിയോയിൽ അത്രയും ആളുകൾ എൻഗേജ്മെന്റ് ആവുന്നുണ്ട് എന്ന് കരുതിയിട്ടാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുന്നത്. കാരണം അത് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് യൂട്യൂബിന്റെ അൽഗോരിതം മനസ്സിലാക്കുകയും അതുവഴിയാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു റെക്കമെൻഡേഷൻ നമുക്ക് കിട്ടണം. നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് റെക്കമെൻഡേഷൻ കിട്ടണം. അതിന് പ്രാധാന്യമായിട്ടുള്ള ഘടകമാണ് തമ്പനയിൽ ടൈറ്റിൽ കേട്ടോ. അതിന് പ്രാധാന്യം, ഈ റെക്കമെൻഡേഷൻ കിട്ടാനുള്ള ഏറ്റവും വലിയ ഈ വ്യൂവേഴ്സിന്റെ കണ്ണിലെ അട്രാക്ഷൻ കൊണ്ടുവരുന്നതാണ് തമ്പനയിലും ടൈറ്റിലും. ഈ 2 കാര്യം നോക്കിയിട്ടാണ് ആളുകൾ ക്ലിക്ക് ചെയ്യുന്നതും. നിങ്ങൾ എത്ര നല്ല വീഡിയോ ഇട്ടു, തമ്പനയിലും ടൈറ്റിലും രൂപമില്ല, ചുമ്മാ സിമ്പിൾ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ എന്താ അടങ്ങിയിട്ടുള്ളതെന്ന് തമ്പനയിൽ ടൈറ്റിൽ നോക്കിയാൽ അറിയും എന്നുണ്ടെങ്കിൽ കൂടി അവരത് ക്ലിക്ക് ചെയ്യില്ല. ഈ കാര്യമാണ്, ഇത് എനിക്ക് സ്വാഭാവികമായിട്ട് അറിയാലോ എന്നുള്ളൊരു മനോഭാവത്തിൽ ആരും ക്ലിക്ക് ചെയ്യില്ല. അപ്പോൾ ഈ 2 കാര്യത്തിൽ ക്യൂരിയോസിറ്റി വേണം. തമ്പനയിലും ടൈറ്റിലും ക്യൂരിയോസിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ഇടണം. അതിൽ ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ച് ഇരുത്തേണ്ട ചുമതലയും ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രസന്റേഷൻ കൊടുക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ആ വ്യൂവേഴ്സ് അവിടെ പിടിച്ചു നിൽക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടന്റിൽ എപ്പോഴും ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, ഇതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യമാണ് ഫോർമാറ്റ്. അതായത് നമ്മൾ ചിലപ്പോൾ ഷോർട്സ് മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്യുക, നല്ല രീതിയിൽ റീച്ച് ഉണ്ടാവും. അതിനിടയിൽ നമ്മൾ ലോങ് ഇടാൻ നോക്കും. ലോങ് ഇടുമ്പോൾ അതിൽ വ്യൂസേ ഉണ്ടാവില്ല, പക്ഷെ ഷോർട്സിന് നല്ല വ്യൂസ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് തിരിച്ചും, ലോങ്ങിന് നല്ല വ്യൂസ് ഉണ്ട്, ഷോർട്സിന് വ്യൂസേ ഇല്ല. അപ്പൊ അതേപോലെ ലൈവ് ചെയ്യണത്, ലൈവിന് നല്ല വ്യൂസ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വ്യൂസ് ഇല്ല. അപ്പൊ നമ്മൾ ഏത് ഫോർമാറ്റിൽ ഏത് കണ്ടന്റ് എത്തരത്തിലാണ് ഫോർമാറ്റ് നമുക്ക് കൊടുക്കുന്നത്, ഇപ്പൊ ഷോർട്സ് ആണ്, ലൈവ് ആണ്, ലോങ് വീഡിയോ ആണ്, ഏതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നന്നായിട്ട് തിളങ്ങാൻ കഴിയുന്ന വെച്ചാൽ ആ ഒരു ഫോർമാറ്റ് നമ്മൾ പിടിക്കുക, അതിൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ മെല്ലെ സൈഡായിട്ട് ചെയ്ത് അപ്പാക്കി കൊണ്ടുവരിക. അല്ലാണ്ട് എല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് ഏതിലും വ്യൂസ് വരാത്ത രീതിയിൽ ആവരുത്. അല്ല, നിങ്ങൾ 3 ഇട്ടിട്ട് 3ലും നല്ല രീതിയിൽ വ്യൂസ് വരുന്നുണ്ടെങ്കിൽ ആ 3 തുടർച്ചയായി ചെയ്തോളൂ. നിങ്ങളുടെ ഓഡിയൻസിന് 3 കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ചിലവർക്ക് ഷോർട്സിൽ വ്യൂസേ ഉണ്ടാവില്ല. ഷോർട്സിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സബ്സ്ക്രൈബർ മാത്രമല്ല, അഡീഷണൽ ആയിട്ട് ആളുകളുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്ത് വരുന്നതായിരിക്കും. ചില ഷോർട്സ് വൈറലാവുള്ളൂ, ചില ഷോർട്സ് ഒന്നും നന്നായിട്ട് നീങ്ങത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ലോങ്ങിൽ അങ്ങനെയല്ല. ലോങ്ങിൽ നമ്മുടെ ഓഡിയൻസിന് നോട്ടിഫിക്കേഷൻ പോകും, അവർ മുഖാന്തരം റെക്കമെൻഡേഷൻ പോകും, അവർ മുഖാന്തരം കുറച്ച് വ്യൂസ്, പർട്ടിക്കൽ വ്യൂസ് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ലോങ് വീഡിയോയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഷോർട്സിന് അങ്ങനെ വരണമെന്നില്ല. ഓക്കെ, ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ ലൈവ് ചെയ്ത് നല്ല രീതിയിൽ വ്യൂസ് നേടുന്നവരുണ്ട്. അപ്പൊ ലൈവിൽ നല്ല എൻഗേജ്മെന്റ്, അവരുടെ പ്രസന്റേഷൻ നന്നായി കൊടുത്തുകൊണ്ട് തന്നെ ലൈവ് നല്ല രീതിയിൽ അച്ചീവ്മെന്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. പിന്നെ 4ാമത്തെ കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് വീഡിയോസ് ഡിലീറ്റ് ചെയ്യുക. ചുമ്മാ വീഡിയോ ഡിലീറ്റ് ചെയ്യുക. ഒരു വീഡിയോ ഇടും, അതിന് വ്യൂസ് ഒന്നും വരുന്നില്ല, ഇനി ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഇതേ കണ്ടന്റ് വേറെ രീതിയിൽ എടുക്കാൻ നോക്കട്ടെ എന്ന് കരുതിയിട്ട് പഴയ വീഡിയോ ഡിലീറ്റ് ചെയ്യുക. ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തിയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. വ്യൂസ് പാടെ കുറയും, ചാനലിന്റെ റീച്ച് പാടെ കുറയും. നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. നിങ്ങൾ അധികവും കഴിവത് റീയൂസ്ഡ് കണ്ടന്റ് ഇടരുത്. റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ ആകുമ്പോഴാണ് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നത്. ഞാൻ ഒരുപാട് പേരുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്നത് റീയൂസ്ഡ് കണ്ടന്റിന്റെ പ്രോബ്ലം ആണ്. റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം ആണ്, ഒന്ന് മാറ്റി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിൽ ഒരുപാട് പേര് മെസ്സേജ് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, റിയൂസ്ഡ് കണ്ടന്റ് നിങ്ങൾ ഇടരുത്. റിയൂസ്ഡ് കണ്ടന്റ് ഇട്ടാലാണല്ലോ ഇത് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അത് ചെയ്യാതിരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള വീഡിയോ നിങ്ങൾ ആയിട്ട് അപ്ലോഡ് ചെയ്യരുത്. നിങ്ങളുടേതല്ലാത്ത വീഡിയോസ് പുറത്തിൽ നിന്ന് എടുത്തിട്ട് എവിടെന്നെങ്കിലൊക്കെ യൂട്യൂബിൽ ഒരുപാട് വൈറലായ വീഡിയോസ് ഒക്കെ, ഒരു പെൺകുട്ടി എന്താ മോണാലിസ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹിന്ദിക്കാരി മാല വെക്കാൻ പോണ അവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. അവർ ഓൺ കണ്ടന്റിൽ അവർ സ്വയം വന്നിട്ട് ഫേസ് വാല്യൂ കാണിച്ചിട്ട് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല.
അവരുടെ അതേ വീഡിയോ വല്ല ഹിന്ദിക്കാരെ മറ്റുള്ളവർക്ക് ഇട്ട് അതേ വീഡിയോ എടുത്തിട്ട് ഇവരുടെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇട്ടാലൊക്കെ അത് റീയൂസ്ഡ് ആവും. ഓക്കെ, റീയൂസ്ഡ് കണ്ടന്റ് ഏറ്റവും വലിയ പ്രോബ്ലമാണ്. അത്തരത്തിലുള്ള പ്രോബ്ലം വരുമ്പോഴാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ആരും കരുതണ്ട. നമ്മുടെ ഓൺ കണ്ടന്റിലൂടെ തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ യൂട്യൂബിൽ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു നാലാമത്തെ ഈ ഒരു പോയിന്റ് വളരെ ശക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്താലേ മതിയാവൂ എന്നുണ്ടെങ്കിൽ 4-5 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ റീച്ച് കളയാണ്ട് വേണം ഡിലീറ്റ് ചെയ്യാൻ. പാടെ ഒരു 10 ബൾക്കായിട്ട് ഒരു 20-30 വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്യരുത്. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഓഡിയൻസ് എല്ലാം ചാനലിന്റെ എല്ലാതും കുത്തനെ പോകും. പിന്നെ വ്യൂസ് കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം കഷ്ടപ്പാടാണ്. നിങ്ങൾ നല്ല രീതിയിൽ തമ്പനിയിലിട്ട് ടൈറ്റിലിട്ട് നല്ല രീതിയിൽ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ട് എൻഗേജ്മെന്റ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. എന്നാലേ അപ്പാവുള്ളൂ. അപ്പാവില്ല എന്നല്ല, നിങ്ങളെ കൊണ്ട് സാധിക്കും, അപ്പാകാനൊക്കെ സാധിക്കും. അത് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യണം. അല്ലാണ്ട് എന്താ വെച്ചാൽ മനസ്സ് മരവിക്കും ചിലപ്പോൾ. എന്താ വെച്ചാൽ ഒന്നിച്ച് ഡിലീറ്റ് ചെയ്തു, ചാനലിൽ വ്യൂസ് പഴയ വ്യൂസ് വരാണ്ടാവുമ്പോൾ ഞാൻ ഇതിൽ ഇനി കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ള തോന്നൽ വരും. പക്ഷെ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഒരിക്കലും നിങ്ങളെ പിടിച്ചിരുത്തുന്ന ചെയിൻ വിട്ടിട്ട് അല്ലെങ്കിൽ ചങ്ങലിയിട്ട് മുറുക്കി വെച്ച് കെട്ടിവെച്ച് നിങ്ങൾ ഒരിക്കലും ഊരിപ്പോവില്ല എന്നുള്ള രീതിയല്ല ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. നിങ്ങളെ കൊണ്ട് വിചാരിച്ച ഇതിന്റെ ഏറ്റവും പഴയതിനെക്കാട്ട് റീച്ച് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ആ ഒരു പോയിന്റിലേക്ക് എത്താൻ കുറച്ച് കാലതാമസം എടുക്കുന്നു മാത്രം. നമ്മളിത് കൺസിസ്റ്റൻസി വീഡിയോ ഇട്ട് അതിന്റെ അൽഗോരിതം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, യൂട്യൂബിന്റെ എല്ലാ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, യൂട്യൂബിന്റെ എല്ലാ നേച്ചറും നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യൂവേഴ്സിന്റെ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മുടെ ചാനൽ റീച്ച് ആകുന്നത്. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി ചാനലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ റീച്ച് ആവും. അതിലൊന്നും പേടിക്കണ്ട. പക്ഷെ ഇങ്ങനെയുള്ള കോമൺ മിസ്റ്റേക്കുകളും ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.